നിർധന കുടുംബത്തോട് ബാങ്ക് അധികൃതരുടെ ക്രൂരത. അരൂർ സ്വദേശി തങ്കരാജിന്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് എറണാകുളം മറൈൻ ഡ്രൈവ് DCB ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചത്. എറണാകുളം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 2022 6 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. 1 ലക്ഷത്തിലധികം രൂപ തിരികെ അടച്ചുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടവ് മുടങ്ങിയായിരുന്നു. പണമടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും ഇത് അനുവദിച്ചില്ലെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആശങ്ക. നവമി ദിനേശ് ചേരുന്നു. നവമി, ഇവര് എടുത്ത ലോണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? എത്ര തുകയാണ് ഇപ്പോൾ ഉണ്ട് എന്ന് ബാങ്ക് പറയുന്നത്? ബാങ്ക് നടപടി കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? സജിത്ത്, കഴിഞ്ഞ ഈ ശനിയാഴ്ച മുഖ്യമന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിൽ അവിടെ കേരള ബാങ്കിന്റെ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്, ഈ ബാങ്കുകാരോട് എല്ലാവരോടായി പറഞ്ഞൊരു നിർദ്ദേശം, ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിൽ നിർധനരായിട്ടുള്ള കുടുംബത്തിൽ ചെന്ന് ഈ ജപ്തി ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടരുത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടരുത്, അവർക്ക് സാവകാശം നൽകുക എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി അടക്കം പലതവണ നൽകിയതാണ്. അന്നേ ദിവസമാണ് ഈ ഒരു ക്രൂരതയ്ക്ക് തങ്കരാജും കുടുംബവും ഇരയായത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബാങ്കിൽ നിന്നും, മറൈൻ ഡ്രൈവിലെ DCB ബാങ്കിൽ നിന്നും 2022 6 ലക്ഷം രൂപ ലോൺ എടുത്തത്. അതെടുത്തത് വീടിന്റെ ചില അറ്റകുറ്റപ്പണികൾ പണി പൂർത്തിയാകാതെ കിടന്നതുകൊണ്ട് പണി ബാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ തങ്കരാജിന് ഒരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ ഇടത്തെ കാല് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതോടുകൂടി പിന്നീട് ജോലിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം, ആളുകളുടെയൊക്കെ സഹായമാണ് പിന്നീട് മുന്നോട്ട് പോകാനൊക്കെ ഈ കുടുംബത്തിന്റെ നിത്യ ചിലവിനൊക്കെ പണം കണ്ടെത്തിയിരുന്നത്. ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് ബാങ്കിലെ ഈ അടവ് മുടങ്ങിയത്. 1 ലക്ഷത്തിലധികം, 1.5 ലക്ഷത്തോളം ബാങ്കിലേക്ക് അടച്ചു കഴിഞ്ഞു. പക്ഷേ പിന്നീട് അത് തുടർന്ന് അടയ്ക്കാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ബാങ്കിലെ ഒരു ജീവനക്കാരൻ എത്തുകയും നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ ഇവരോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് പറഞ്ഞു. തങ്കരാജും ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നീട് ശനിയാഴ്ച വൈകുന്നേരമാണ് വീടിന്റെ പുറകുവശം ഡോറ് പൊളിച്ച്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, ഡോറ് പൊളിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്ന് ശേഷം വീടിന്റെ ചില ദൃശ്യങ്ങളൊക്കെ എടുത്തു. ഈ കണ്ടില്ലേ, ഇവിടെ പൂട്ട്, വീടിന്റെ മുൻഭാഗത്തെ പൂട്ട് അത് സീല് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ കുടുംബം ഈ പുറത്താണ് നിൽക്കുന്നത്. പിന്നീട് ഈ പഞ്ചായത്ത് പ്രസിഡന്റും അടുത്തുള്ളവരും ഒക്കെ സഹായിച്ചാണ് പിന്നീട് ആ വീട്ടിന്റെ ഉള്ളിൽ ഇവർ തൽക്കാലത്തേക്ക് താമസിക്കുന്നത്. ഏത് നിമിഷവും ബാങ്കിൽ നിന്നും ഇവിടേക്ക് വന്ന് ഇവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. തങ്കരാജിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, വലിയ ക്രൂരത തന്നെയാണ് ബാങ്കിൽ നിന്നും നേരിട്ടത്. നിങ്ങൾ സാവകാശം ആവശ്യപ്പെട്ടു, എങ്കിൽ പോലും അവരത് അനുവദിച്ചില്ല, അല്ലേ? ഇല്ല, അനുവദിച്ചില്ല. ഒരു 2 ദിവസം പോലും സാവകാശം അനുവദിച്ചില്ല. അപ്പം അത് കാരണം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങൾ പുറത്തിരിക്കണേ. അപ്പം അത് കാരണം ഇങ്ങനെ പോയി ഒരു കേസ് ഞങ്ങൾ അടക്കാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരത് അനുസരിച്ചില്ല. കാര്യം നഷ്ടപ്പെട്ടതോടുകൂടി പിന്നെ ജോലിക്ക് നേരത്തെ എടുത്ത പണിക്ക് പോകാൻ പറ്റാണ്ട് വന്നു. അപ്പം അത് കാരണം എനിക്ക് ബുദ്ധിമുട്ടായി ഇത് അടക്കാൻ പറ്റില്ല. ഇനി എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ഇനിയിപ്പോൾ ഏകദേശം ഒരു അവര് നോട്ടീസ് ഇട്ടേക്കണ 10 ലക്ഷം അടക്കണം എന്ന് പറയുന്നത്. 6 ലക്ഷമാണ് എടുത്തത്. 6 ലക്ഷം എടുത്തത്. പലിശ കൂടി കൂട്ടിയാണ് ഒരു 10 ലക്ഷം ഇതിട്ടിരിക്കുന്നത്. എപ്പോ മുതലാണ് അടവ് തെറ്റിയത്? അടവ് തെറ്റിയത് ഒരു 3 വർഷമായി. അടവ് തെറ്റിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ബാങ്കിനോട് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത്? എത്ര നാൾക്കുള്ളിൽ അടച്ചു തീർക്കാമെന്നാണ്? നമ്മുടെ ഈ കാലാവധി 15 വർഷമാണ്. അപ്പം ഞങ്ങൾ ഈ 15 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം. അത് നിങ്ങൾ തോന്നിയ പോലെ അടച്ചാൽ പറ്റിയില്ല, ഇത് കറക്റ്റായിട്ട് അടക്കണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്, ജീവിക്കാൻ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ഇതായത്. അവരൊന്നും അത് കേൾക്കാണ്ട് വന്ന് അവർ പലപ്പോഴുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചിരിക്കും.
നിങ്ങൾ അന്ന് ഇവിടെ ജപ്തി ചെയ്യാൻ ബാങ്കുകാർ വന്നപ്പോൾ പറഞ്ഞു അല്ലേ, മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതല്ലേ, അപ്പൊ അവരുടെ മറുപടി എന്തായിരുന്നു? ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ വേറെ കുടുംബം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങൾ ഇരിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരു പുറകുവശം പൊളിച്ചപ്പോൾ സാറെ പൊളിക്കല്ലേ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾക്കൊരു നിർധനരാണ്, ഞങ്ങൾ പൊളിക്കല്ലേ നിങ്ങൾ പറഞ്ഞു. പൊളിച്ചവരകത്ത് കയറിയിട്ടു പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തിറക്കിയിട്ട് എന്നിട്ട് അവർ സീൽ ചെയ്തു. വീട്ടിൽ അതിക്രമിച്ച് കയറിയതാണ് അവർ. ഒരുപാട് ഞാൻ തടുത്ത്, സാറേ ഞങ്ങൾ അടക്കാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഓടണം. അപ്പോൾ ജനലേഖ കൂടി കയറിച്ചും പറഞ്ഞത് നോക്കിച്ചും പറഞ്ഞു നിങ്ങളതും വിശ്വസിച്ചിരിക്കണേടാന്ന് ചോദിച്ചു. ഇനിയും അവർ വന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പേടിയുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്കൊരു വഴിയില്ല. പിന്നെ മുഖ്യമന്ത്രി ആണെങ്കിലും ഞങ്ങൾക്കതിനൊരു പോംവഴി കാണിച്ചു തന്നെന്ന് പറയാം. MP MLA ആയിട്ടൊക്കെ ബന്ധപ്പെട്ടു, അവരൊക്കെ ബാങ്കിലേക്ക് വിളിച്ചു, എല്ലാവരും വിളിച്ചും പേര് അവർ പിന്നെ ഫോൺ എടുത്തില്ല. അതിലും മധു എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടായിരുന്നു, പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ മാനസികമായിട്ട് പീഡിപ്പിച്ചത്. അങ്ങനെ വലിച്ച് പറിച്ചെടുത്ത് പറിക്കുന്നുണ്ട്, വാതിൽ വലിച്ച് ശരിക്കും അതിപ്പോൾ മേടക കണ്ടില്ല അതിൽ ദൃശ്യത്തിൽ വലിച്ചു പറിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. MLA വിളിച്ച്, ജില്ലാ കമ്മീഷണർ വിളിച്ച്, ഇവരൊന്നും പറഞ്ഞിട്ട് എടുത്തില്ല, ഒരു വക്കീലെടുത്തില്ല. സജിത്ത്, MP അടക്കം, ആലപ്പുഴ MP അടക്കം ഈ ബാങ്ക് അധികൃതരെ വിളിച്ചതാണ്, പക്ഷെ അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആതിര മേനോൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആതിരയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിയമ സഹായങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്, ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ആതിരയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അതിക്രൂരമായ നടപടി തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്ത്. അതെ, വളരെ മോശമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. കാരണം മിനിങ്ങാന്ന്, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. നമ്മുടെ അരൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സിന്ധു എന്നെ വിളിച്ചിട്ട് ഈ വിഷയം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഫീൽഡ് സ്റ്റാഫ് ബാങ്കിന് നിൽപ്പുണ്ട്, നാളെ ജപ്തി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പം 10.45 ലക്ഷം രൂപയാണ് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ EMI ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് അടച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതുവരെ അവർ അടച്ചത് മുഴുവൻ പലിശയിലോട്ടാണ് പോയിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ വക്കീലിനെ വിളിച്ച് സംസാരിച്ചു. നമ്മൾ 2 ദിവസത്തിനകം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ബാങ്ക് ഹോളിഡേ ആണ്, സൺഡേ ഹോളിഡേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനും ഞങ്ങളുടെ വനിതാ പ്രസിഡന്റ് ഷൈബ മുരളീദാസ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അതെങ്ങനെയെങ്കിലും പരിഹരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ നോക്കാമെന്ന് പറഞ്ഞു പോയി. മറ്റേ ജപ്തിയുടെ അന്ന് രാവിലെ ഞാൻ ഇവരെ ബന്ധപ്പെട്ടു, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ദിവസത്തെ സാവകാശം തരണം. പക്ഷേ ശനിയാഴ്ച ഉച്ച കഴിയുന്നവരെ അവർ ഒന്നും ചെയ്തില്ല. പക്ഷേ വൈകുന്നേരം സമയമായപ്പം അവരിവിടെ എത്തി നടപടിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഈ വക്കീലിനെ ഞാൻ കോൺടാക്ട് ചെയ്തു, ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് കോൺടാക്ട് ചെയ്തു, ബാങ്കിന്റെ വക്കീലിനെ, ഈ മധു എന്ന് പറയുന്നത് വളരെ അരഗൻ്റ് ആണ്. എൻ്റെ റെക്കോർഡിംഗ് വരെയുണ്ട്. അരഗൻ്റ്, ഒരു എന്തോ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പുള്ളി പെരുമാറിയത്. അതായത് നമ്മൾ 2 ദിവസത്തെ സാവകാശം ചോദിച്ചപ്പം ഇത് എൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ള ഒരു ഇതിലാണ്, ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. പിന്നെ ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നതും, അതായത് നമുക്ക് ജപ്തി നടപടികൾ ഒരു വീടുള്ളവർക്ക് അല്ലെങ്കിൽ 2 സെന്റ് ഭൂമിയിലുള്ളവർക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സർഫ്രാസി ആക്ടിൻ്റെ പിൻബലത്തിൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമായതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് പരിമിതികളുണ്ടാകാം, പക്ഷേ മാനുഷികമായ പരിഗണന എന്തിനാ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് വെറും വാക്കായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുണ്ടായസത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി, അതായത് ഒരു സാവകാശം അല്ലെങ്കിൽ ഇവർക്ക് അടയ്ക്കാനുള്ള ഒരു വഴി, അങ്ങനെയുള്ള രീതികൾ എന്തെങ്കിലും അവലംബിച്ചില്ലെങ്കിൽ വളരെ പല കുടുംബങ്ങളും ആത്മഹത്യയിലോട്ട് പോവുകയാണ്. ഇന്നിപ്പം പള്ളിപ്പുറത്തുണ്ട്, നമ്മുടെ പള്ളിപ്പുറത്ത് ഒരു പ്രമീള എന്ന് പറയുന്ന കുട്ടിയുടെ വീട് ജപ്തിയാണ്. സെയിം ബാങ്ക്, DCB എന്ന് പറയുന്ന ബാങ്ക്, സെയിം വക്കീൽ. നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഭാഗത്ത് നിന്ന് ഒരു ഗുണ്ടായിസം രീതിയിലാണ് വരുന്നത്. ഈവൻ മുഖ്യമന്ത്രിയെ പോലും വിലയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സദുദ്ദേശത്തോടു കൂടിയായിരിക്കും ഇവർക്കൊരു ഇളവ് കിട്ടട്ടെ, അങ്ങനെ ഒരു ഇത് വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കും കേന്ദ്ര നയമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. പക്ഷേ എന്നാൽ പോലും അതുപോലും വകവെക്കുന്നില്ല. രാഷ്ട്രീയ തന്ത്രമായിരിക്കാം, ആയിക്കോട്ടെ, പക്ഷേ അതുപോലും വകവെക്കാതെയാണ് ഈ ബാങ്കുകാർ. ഇനി ഏത് രീതിയിലാണ് ഇവർക്കൊരു സഹായം എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഇന്ന് തന്നെ വക്കീലിനെ
ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് DRTയെ കണ്ട് ഇവർക്കൊരു കാലാവധി വാങ്ങിച്ചു കൊടുക്കണം. ആ കാലാവധിയിൽ സെറ്റിൽമെൻറ്റ് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇവർ ഇനിയും എവിടുന്നെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത പൈസയാണെങ്കിൽ പോലും പലിശയിലോട്ട് പോകരുതല്ലോ. അവരുടെ മുതലടിച്ച് ഇവരുടെ പ്രമാണം എടുത്തു കൊടുക്കാനുള്ള നീക്കുപോക്കുകൾ ഞാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ നമ്മുടെ നേതാക്കന്മാരോടുള്ള ആലോചിച്ചിട്ട് ആ വഴി തന്നെ ഇവർക്ക് ചെയ്തു കൊടുത്ത് ഇവരെ ഫ്രീ ആക്കാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് കോടതിയെ സമീപിച്ച് DRTയുടെ ഒരു സഹായത്തോടു കൂടി ഒരു ഇതിനൊരു സ്റ്റേ പോലെ വാങ്ങിയിട്ട് നമുക്ക് കാലാവധി കിട്ടുമല്ലോ. ഒരു 6 മാസം, 1 വർഷം, അതിനുള്ളിൽ നമ്മൾ അതുവരെയിൽ പോവില്ല എങ്കിലും നമ്മളിത് അടച്ച് ഇവർക്ക് അവരുടെ പ്രമാണം റിലീസ് ചെയ്ത് കൊടുത്ത് ഭയമില്ലാതെ, ഉൾഭയമില്ലാതെ ഈ അച്ഛനും അമ്മയ്ക്കും ഇവിടെ താമസിക്കണം. അതിനിടയ്ക്ക് വീണ്ടും ബാങ്കിൽ നിന്ന് വന്ന ഒരു ഭീഷണി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലേ? ഇല്ല, ഇനി ഭീഷണി ഉണ്ടായാൽ നമ്മൾ തൃണമൂൽ കോൺഗ്രസ് അടക്കം ഞാൻ സാമൂഹിക ആൾക്കാരെയും കൂടെ ഇടപെടുത്തി നമ്മുടെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെയും കൂടെ ചേർത്ത് നമ്മൾ ശക്തമായി പ്രതികരിക്കും. അതിനി എന്ത് വന്നാലും ഇനി ഇവിടെ നിന്ന് ഈ വയ്യാത്ത അച്ഛനെയും ഈ അമ്മയും ഇവിടെ നിന്ന് ഇറക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷെ ഇന്ന് തന്നെ കോടതിയെ സമീപിച്ച് നിയമം തടസ്സപ്പെടുത്തുകയല്ല, നിയമസഹായത്തോടു കൂടി തന്നെ അതിന് നമ്മൾ പ്രതികരിക്കും, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവരുടെ കൂടെ ഞങ്ങൾ എന്തായാലും ഉണ്ടാകും. സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 വർഷം ഇവർക്ക് സാവകാശമുണ്ട് ഈ പണമെല്ലാം തിരികെ അടയ്ക്കാൻ. അതിനിടയിലാണ് 2022 എടുത്ത ലോണിന് വേണ്ടി ഇപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞതേ ഉള്ളൂ വന്ന് വലിയ ഭീഷണി ഇവർക്ക് നേരിടേണ്ടി വന്നത്. ഈ അമ്മയും അച്ഛനും പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. കാല് വയ്യാത്ത ഒരു മനുഷ്യനാണ്, കാല് മുറിച്ച് ഒരു ആക്സിഡന്റ് അപകടത്തെ തുടർന്ന് കാല് മുറിച്ച് കളയേണ്ട സാഹചര്യം ഉണ്ടായി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആ ഒരു കുടുംബത്തിൽ വന്നാണ് ഗുണ്ടായിസം പോലെ ഈ ബാങ്കുകാരുടെ ഈ ഒരു ജപ്തി ഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും അവരുടെ പേടി ഈ കോടതിയിൽ പോയി അതിന്റെ ഒരു കാലതാമസം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ബാങ്കിൽ ജപ്തി നടപടികളുമായി അവർ വരുമോ എന്നൊരു ഭീഷണിയുണ്ട്. മറ്റിടങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, മറ്റ് വീടില്ല ഇവർക്ക് പോകാൻ. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ആലപ്പുഴ MP അടക്കം ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവർ MPയും MLAയും ഒക്കെ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബാങ്കുകാർ ഫോൺ എടുക്കുന്നില്ല. ബാങ്ക് മാനേജർ അടക്കം ഫോൺ എടുക്കാതെ ഇവർ വീണ്ടും അവരുടെ ഈ ക്രൂര നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബം വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടിയും കോടതിയിൽ നിന്നും ഒരു നിയമസഹായം അല്ലെങ്കിൽ അനുകൂല വിധി ഉണ്ടാകും, അല്ലെങ്കിൽ തൽക്കാലം ഈ ഒരു ജപ്തി. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ DCB ഇതൊരു സ്വകാര്യ ബാങ്കാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതൊരു സ്വകാര്യ ബാങ്കാണ്. ആ ബാങ്കിൻ്റെയാണ് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടിയേ മതിയാവൂ. ഒറ്റ വീടുള്ളവരെ വീടിൽ നിന്നും പുറത്തിറക്കി വിടരുത് എന്ന കൃത്യമായ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് അധികൃതരുടെ ക്രൂരത അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.